ജൂൺ 2-ാം തീയതി. എല്ലാവർക്കും സ്കൂളൊക്കെ തുറന്നില്ലേ? ആമിക്കുട്ടി സ്കൂളിൽ പോയിട്ടോ. അപ്പോൾ ആമിക്കുട്ടി സ്കൂളിൽ പോകുന്നതിന് മുമ്പ് തയ്യാറെടുപ്പ് കുറച്ചൊക്കെ നടത്തിയിരുന്നു. കുറച്ചൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു, ബുക്സും മറ്റുള്ളതൊക്കെ വാങ്ങിച്ചായിരുന്നേ. അപ്പോൾ അതിൻ്റെ എല്ലാം ചെറിയ ഒരു വീഡിയോയാണ് നമ്മളിവിടെ കാണിക്കുന്നത്. എല്ലാം ഒരു ഓർമ്മയ്ക്കായിട്ട് നമ്മളിവിടെ സൂക്ഷിക്കുകയാണ്. ബുക്കൊക്കെ കിട്ടിയാ? ബുക്ക് കിട്ടിയാ? പിന്നെ എന്താ കിട്ടിയ? യൂണിഫോം, കോട്ടല്ലേ? ഇനി യൂണിഫോം സ്റ്റിച്ച് ചെയ്തേക്കണത് നമുക്ക് പോയി വാങ്ങിക്കണം. ഇനി എന്താ വാങ്ങിക്കാൻ പോണ്ട? നോട്ട്ബുക്ക് മേടിക്കണം അല്ലേ? അപ്പോൾ നമുക്ക് സന്തോഷമായ. അപ്പോൾ കോട്ട് കവർ കിട്ടി, ബുക്കിൻ്റെ കവർ കിട്ടി. പിന്നെ ഇത് നമ്മുടെ യൂണിഫോമിൻ്റെ മുകളിലിടുന്ന കോട്ട്, ടൈ, സോക്സൊക്കെയാണ്. ഇനി യൂണിഫോം തയ്ച്ചത് നാളെ കിട്ടുള്ളൂ അല്ലേ? വാങ്ങിക്കാം. അപ്പോൾ എൻ്റെ നോട്ട്ബുക്സ് എല്ലാം കിട്ടിയിട്ടുണ്ട്. കുറച്ചൊക്കെ ഞാൻ പൊതിഞ്ഞ്, ഇനി രണ്ട് ബുക്കും കൂടി പൊതിയാനുണ്ട്. നാളെ ആണ് എൻ്റെ ടെക്സ്റ്റൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഇനി അത് കഴിഞ്ഞ് നാളെ ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ട് ബാക്കി നമുക്ക് പൊതിയാം. ഇപ്പോൾ എൻ്റെ നോട്ട്ബുക്കെല്ലാം നമുക്ക് പൊതിയാം. വലിയ നോട്ട്ബുക്കാണ് ഇത്. മറ്റേ മാത്സിനൊക്കെ യൂസ് ചെയ്യാനാണെന്ന് തോന്നുന്നു. വലിയൊരു നോട്ട്ബുക്ക്. ഇപ്പോൾ എത്ര ബുക്ക് നോട്ട്ബുക്ക് പൊതിഞ്ഞ്? ഇപ്പോൾ മൊത്തത്തിൽ 7 കുഞ്ഞു ബുക്കും 7 മീഡിയം സൈസ് ബുക്കാണ്. അത് 14 എണ്ണം പൊതിഞ്ഞ്, ഇനി 2 എണ്ണം കൂടി പൊതിയാനുണ്ട്. അപ്പോൾ നമുക്ക് പൊതിയാം. സ്കൂളൊക്കെ തുറന്നില്ലേ? തുറക്കാൻ പോണേല്ലേ? അപ്പോൾ ഇനി എന്താ ഇഷ്ടമാണ് സ്കൂളിൽ പോകാനൊക്കെ? സ്കൂളിൽ പോകാൻ ഇഷ്ടമൊക്കെ തന്നെ, മടിയൊന്നുമില്ല എനിക്ക്. ഇനിയിപ്പോൾ എത്രയിലേക്കാണ്? 8. ആമീന് 8ലേക്ക് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണല്ലേ? ഹൈസ്കൂളായി. എന്തിനാ പേടിക്കണേ? ഹൈസ്കൂളാണല്ലോ, അതിനൊന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല ഫ്രീ ആയിട്ട് പോയിരുന്നു പഠിക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. ബുക്കൊക്കെ പൊതിയാനായിട്ട് ഈ വർഷം മുതൽ ആമി തന്നെയാണ് പൊതിയണേ അല്ലേ? പണ്ടൊക്കെ മമ്മിയായിരുന്നു പൊതിയുന്നത്, ഞാനിപ്പോൾ സ്വന്തമായിട്ട് പൊതിക്കുകയാണ്. നല്ല കാര്യമാണ്. കണ്ട, സ്കൂളിൻ്റെ തന്നെ കവറാണല്ലേ? അത് പല സൈസ് ഉണ്ട്, ടെക്സ്റ്റിനും നോട്ടിനും ഒക്കെ ആയിട്ട് പല സൈസ്. ഇപ്പം ലാസ്റ്റ് നോട്ട്ബുക്കാണ് ഈ പൊതിയണത് അല്ലേ? മാത്സിൻ്റെ 2 എണ്ണം. അപ്പം ഇനി ബുക്കൊക്കെ പൊതിഞ്ഞിട്ട് നമുക്ക് കാണാമല്ലോ. ഇനി നാളെ നമുക്ക് പോയി ടെക്സ്റ്റ് ബുക്ക് മേടിക്കാം. സ്കൂളിൽ പോണതും ഒക്കെ നമുക്ക് വീഡിയോ എടുക്കാം. പോരെ? ബുക്കൊക്കെ കിട്ടിയ? എല്ലാ ബുക്കും കിട്ടില്ല, കുറച്ച് ബുക്ക് കിട്ടാനുണ്ട്. അപ്പം അതിന് അടുത്ത ആഴ്ചയൊക്കെ ആയിട്ട് കിട്ടുന്നത്. ആണ്. ഏത് ബുക്കാണ് കിട്ടാനുള്ള? NCERT ബുക്കൊന്നും കിട്ടിയിട്ടില്ല അല്ലേ? അടുത്ത ആഴ്ച കിട്ടുള്ളൂ. ഓക്കെ. അപ്പോൾ ടെക്സ്റ്റ് നോട്ടൊക്കെ ആയി. അങ്ങനെ നമ്മുടെ സ്കൂളിൻ്റെ പരിപാടിയൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. ബുക്കൊക്കെ വാങ്ങിയതിന് ശേഷം റെയിൻകോട്ട് വാങ്ങിക്കാനായിട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. നാളെ അപ്പോൾ സ്കൂള് തുറക്കുകയാണ്. അപ്പോൾ ഞാൻ വാങ്ങിച്ച സാധനങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് എൻ്റെ ബാഗ്. ഈ ഒരു റെഡ് കളർ ബാഗാണ്, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട്. പിന്നെ അതേ ബുക്കൊക്കെ പൊതിഞ്ഞ് ഞാൻ എല്ലാം വെച്ചിട്ടുണ്ട്, നല്ല സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ റഫ് ബുക്കും, പിന്നെ എനിക്ക് എഴുതാനുള്ള ഇതും, പെൻസിൽസും, പിന്നെ പേനയും. ഇത് സ്റ്റിക്കി നോട്ട്സാണ്. എന്തെങ്കിലുമൊക്കെ നമുക്ക് എന്താ പറയുക, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എഴുതിയിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കാം. പിന്നെ ഗ്ലൂ വാങ്ങിച്ചിട്ടുണ്ട്, ഷാർപ്നർ, ഇറേസർ. പിന്നെ ഇത് ഹൈലൈറ്ററാണ്. ഇതും ഈ സ്റ്റിക്കി നോട്ട് പോലെ തന്നെ ഹൈലൈറ്റ് ചെയ്യാൻ, ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സ് ഹൈലൈറ്റ് ചെയ്യാൻ. ഇത് ഈ ബുക്കിൻ്റെ മുകളിൽ ഇങ്ങനെയൊക്കെ എഴുതാൻ വേണ്ടി വാങ്ങിച്ചതാണ്. പിന്നെ ഒരു ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ഞാൻ വാങ്ങിച്ചു, ക്യാമറേൻ്റെ ഒരു ഇൻസ്ട്രുമെൻറ്റ് ബോക്സും.
പിന്നെ രാവിലെ എൻ്റെ അമ്മയാണ് കൊണ്ടാക്കുന്നത്, വൈകിട്ട് ഞാൻ സ്കൂൾ ബസ്സിനാണ് വരുന്നത്. അപ്പോൾ രാവിലെ പോകുമ്പോൾ മഴയുണ്ടെങ്കിൽ ഇടാൻ വേണ്ടി ഒരു റെയിൻ കോട്ടും വാങ്ങിച്ച്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ എൻ്റെ ഇത്. പിന്നെ എൻ്റെ ഒരു ചെരുപ്പ് ഞാൻ വാങ്ങിച്ച് സ്കൂളിലേക്ക്. ഈ മഴ ചെയ്തുകൊണ്ട് കറുത്ത സാൻഡിൽസാണ് വേണ്ടത്. അപ്പോൾ ഇപ്പം മഴക്കാലമൊക്കെ ആണല്ലോ, അതായത് മഴ പെയ്യുന്നതായതുകൊണ്ട് തന്നെ ആദ്യം ഞങ്ങൾക്ക് ഈ ബ്ലാക്ക് സാൻഡിൽസ് ഇട്ടാൽ മതി. അത് കഴിയുമ്പോൾ മഴയൊക്കെ മാറി കഴിയുമ്പോൾ ഷൂവും സോക്സൊക്കെ ഇട്ടാൽ മതി എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെയാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത്. ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് സ്കൂളിലേക്ക് പോകാൻ. അപ്പോൾ ഇനി നമുക്ക് നാളെ സ്കൂളിൽ പോകണം. മക്കൾ എത്ര വലുതായാലും നമുക്ക് എന്നും കുട്ടികൾ തന്നെയല്ലേ. 2 മാസം അവധിയൊക്കെ കഴിഞ്ഞ് സ്കൂളിലേക്ക് പോകുമ്പോൾ ഒരു ചെറിയൊരു സങ്കടം നമ്മുടെ മനസ്സിലും ഉണ്ടാകും. നല്ല കാര്യത്തിനാണ്. മുതിർന്ന ക്ലാസ്സുകളിലേക്ക് പോകുന്നു, പഠിച്ച് വളരട്ടെ, വലുതാവട്ടെ, എല്ലാം നല്ലതിനാണെങ്കിൽ പോലും മനസ്സിനൊരു ചെറിയൊരു വിങ്ങലാണ് ഈ സമയം. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.